എല്ലാവർക്കും ലാലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. 300 ml കപ്പിനാണ് 3 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ അരമണിക്കൂർ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി, ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 4 എണ്ണം, എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, 2 തണ്ട് കറിവേപ്പില, 1 കപ്പ് തേങ്ങ ചിരകിയത്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടേബിൾ സ്പൂൺ, 4 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഈ സ്റ്റൗ ഓൺ ചെയ്ത് പാനിലേക്ക് ഈ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും നമ്മൾക്ക് കറക്റ്റായിട്ട് എടുക്കണമെന്നില്ല. അത് അരി വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റിയെടുക്കുന്നത് പോലെ ഊറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേവിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി തിളച്ച് നന്നായി വേകണം. ഇത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കണം. അങ്ങനെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തം നോക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് നിന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് വരുവാണെങ്കിൽ നന്നായിട്ട് വെന്തോന്നാണ് അതിൻ്റെ. അടുത്തതായി പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ എണ്ണയായാലും മതി. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്, അതിനുവേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കും. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കും, പച്ചമുളക്, അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഗോതമ്പ് വേവിക്കാൻ നേരം ഉപ്പിട്ടാണ്, ഉപ്പ് കൂടി പോകരുത്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും ഇട്ടു, കറിവേപ്പില ഇട്ടു.
ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് ഇളക്കി. ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്, വളരെ നല്ലതാണ്. നല്ല കറുപ്പൊക്കെ ഉള്ളതാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉപ്പുമാവാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.